ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സീഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു ടെലിഗ്രാം മൈനിങ് ആണ്. അപ്പോൾ ഗൈസ് ഇതൊരു അത്യാവശ്യം ലോങ് ടൈമാണ്, ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ് ഇതിനകത്ത് എങ്ങനെയാണ് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, മാക്സിമം എങ്ങനെ കോയിൻസ് ഏൺ ചെയ്യാം എന്നൊക്കെയുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ 4 മണിക്കൂറും 21 മിനിറ്റും അങ്ങനെ കോയിൻസ് കളക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ക്ലെയിം ചെയ്താൽ പോയിന്റ് നമുക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ നമ്മുടെ സീഡ് ബാലൻസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ കോയിൻസ് കളക്ട് ചെയ്യുന്നത്. പിന്നെയും അതങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കോയിൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുമാത്രമല്ല വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് കോയിൻസ് കളക്ട് ചെയ്യും. എല്ലാം നോക്കാം, നല്ലൊരു എമൗണ്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാം. ഗൈസ് ഞാനിവിടെ 4 ലെവൽ ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 ഹവേഴ്സാണ് എനിക്ക് മാക്സിമം ഏണിങ്സിൻ്റെ ടൈം. 5 അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 12 ഹവേഴ്സ് വരെയും നമുക്ക് അതിനകത്ത് ഏണിങ്സ് ഉണ്ടാകാൻ പറ്റും. അതിന് നമുക്ക് 8 കോയിൻസാണ് ആവശ്യമുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ അത്രയും കോയിൻസ് അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ലെവൽസാണ് കൂട്ടാൻ നോക്കുകയുള്ളൂ. കാരണം അതാണ് നമുക്ക് വളരെയധികം ലാഭം. കാരണം അതൊരു ലോങ് ടൈം പ്രൊജക്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ മാക്സിമം കോയിൻസ് ഏൺ ചെയ്യുകയാണെങ്കിൽ ഭാവിയിലിട്ട് വളരെ ഉപകാരം മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ കോയിൻസ് എങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ മാക്സിമം ഏൺ ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനെല്ലാം കയറി എടുത്താണ്. വളരെ എളുപ്പമാണ്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ എക്സിൽ കയറി ജോയിൻ ചെയ്യുക, അങ്ങനെ കുറച്ച് ടാസ്കൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്താലും നല്ലൊരു എമൗണ്ട് നമുക്ക് നമുക്ക് നല്ലൊരു ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു പോയിന്റ് ഇതിൽ തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ എന്തായാലും ലെവൽ അപ്ഗ്രേഡ് ചെയ്യും. പിന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കോയിൻസ് ഉണ്ടാക്കാൻ. ഞാൻ ഇതുവരെയായിട്ടും ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും മാക്സിമം ഏണിങ്സ് ഞാൻ നോക്കും. പിന്നെ ഇതിൽ നിന്ന് നമുക്കൊരു കാറ്റർപില്ലർ കിട്ടും. ആ കാറ്റർപില്ലർ നമുക്ക് സെല് ചെയ്യാനിടാൻ പറ്റും. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. അതിൻ്റെ ഉപയോഗം എന്താണെന്നൊന്നും നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല മര്യാദക്ക്. അപ്പോൾ നമ്മളതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ നോക്കും. അത് ഞാനിപ്പോൾ എനിക്കിത് വിൽക്കാൻ എനിക്കിവിടെ കളക്ട് ചെയ്യാനൊരു ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ കളക്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കൊരു വില ഇടാം. ഞാൻ 8 കോയിനൊക്കെ ഇട്ടു. എന്തായാലും 8 കോയിനൊന്നും ആരും വാങ്ങാൻ പോകില്ല. സെല്ല് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇതുണ്ട്. നമുക്കപ്പോൾ തന്നെ മനസ്സിലാവും സെല്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇത് എത്ര വലിയ പ്രൊജക്റ്റ് ആവുമെന്നും എത്ര ഏണിങ്സ് കിട്ടുമെന്നൊക്കെ നമുക്ക് ഊഹിക്കാം. കാരണം വലിയൊരു പ്രൊജക്റ്റാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോസും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽ വീഡിയോസും നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എല്ലാ അപ്ഡേറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല എന്നൊക്കെ കുറേ ഒരു മെസ്സേജ്. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതാണ്. ചെറിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അത് ഇടാം. അപ്പോൾ ഇങ്ങനെ കേസ് ഈ എഗ്ഗിൻ്റെ ഇത് കാര്യങ്ങളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ കേസ് നമ്മളതൊക്കെ നോക്കിയിട്ട് എന്തായാലും ഡീറ്റെയിൽ വീഡിയോസ് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കോയിൻസ് കളക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ മാക്സിമം കോയിൻസ് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രീയുടെ അടുത്ത് ഒരു ടൈമർ ഓടാണ്. 2 ഹവേഴ്സ് ആൻഡ് 4 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ടൈമർ ഓടുണ്ടായി. അവിടെ നിന്നാണ് നമുക്ക് കാറ്റർപില്ലർ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് അത് കളക്ട് ചെയ്തത്. അങ്ങനെ ഞാനൊരു 4 കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്താണ് അതിൻ്റെ ഉപയോഗം എന്നൊക്കെ നോക്കിയിട്ടാണ് സെല്ല് ചെയ്യുകയാണെങ്കിലും സെല്ല് ചെയ്യുള്ളൂ. കാരണം ഭാവിയിലിട്ട് ഇനി അതും വലിയൊരു എമൗണ്ടായിട്ട് കിട്ടുമോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. മാക്സിമം ഞാൻ എന്തായാലും ലെവൽസാണ് ഇതിനകത്ത് ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ദിവസം 1 കോയിൻ വെച്ച് കിട്ടാൻ പാകത്തിനുള്ള ലെവൽസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യണം നിർത്താനാണ് പ്ലാൻ. അപ്പോൾ ദിവസം 1 കോയിൻ വെച്ച് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു എമൗണ്ട് ആക്കാം. കാരണം നിങ്ങളിപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാത്തൊരു കാരണം വെച്ചാൽ നിങ്ങളത് മിസ് ചെയ്യരുത്. കാരണം നല്ലൊരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുള്ളതാണ്. നമ്മളിതിന് മുമ്പ് ബ്ലൂമിൻ്റെ കാര്യം പറഞ്ഞ പോലെ വളരെ കുറച്ച് കോയിൻസാണ് ഇതിന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കുറച്ച് കോയിൻസ് എന്ന് പറയുമ്പോൾ വളരെ ഇപ്പോൾ ഏകദേശം ഇതിന് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി 1 റുപ്പീസൊക്കെ ചിലപ്പോൾ ഒരു കോയിന് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് വളരെ കുറച്ച് പ്ലേസും വളരെ കുറച്ച് കോയിൻസ് മാത്രമാണ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബേസ് നിങ്ങൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി നിങ്ങൾ ഇതിനകത്ത് കയറി കോയിൻസ് കളക്ട് ചെയ്യുക. കോയിൻസ് പോയിട്ട് ചിലപ്പോൾ ഒരു കറൻസി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം ബിറ്റ് കോയിൻ പോലെയുള്ളൊരു എന്താ പറയുക ഡയറക്റ്റ് മൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് വന്നത്. അപ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യാതിരിക്കുക. ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വിഡ്രോവൽ വന്നാലും അതെങ്ങനെ ചെയ്യാം, അങ്ങനെ ഡീപ്പായിട്ട് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഡോക്കോയിന് 2 ദിവസത്തേക്ക് ഡെയിലി ചെക്കിങ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ അപ്ഡേറ്റ് കണ്ടത്. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് കയറി നോക്കുക. കാരണം ഡെയിലി ചെക്കിങ് എന്ന് പറയുമ്പോൾ ഏകദേശം ഡോക്കോയിൻ ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോയിനാണ് ഡോക്കോയിൻ.
അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ബ്ലൂമിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോയിനാണ് ഡോ കോയിൻ. വീഡിയോസ് കാണാത്തവരും മസ്റ്റായിട്ട് കാണും. കാരണം ഒരു കാരണവശാലും മൈൻഡ് ചെയ്യുന്ന ആരും ഒന്ന് മിസ് ചെയ്യരുത്. കാരണം അത്ര നല്ലൊരു പ്രൊജക്റ്റാണത്. അപ്പോൾ നിങ്ങൾ ഇതും മിസ് ചെയ്യരുത്, ബ്ലൂമും മിസ് ചെയ്യരുത്, ഡോ കോയിനും മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത്. പിന്നെ ഡോട്ട് കോയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് മൈനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു 6ഓളം ഡോട്ട് കോയിൻ ഇപ്പോൾ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്ര നാൾ മൈൻ ചെയ്തുകൊണ്ടിരുന്നതല്ല ഡോട്ട് കോയിനിൽ ശരിക്കുമുള്ള കോയിൻ. കാരണം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ കേസ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബ്ലൂം ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അതിൻ്റെ കാരണം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ബ്ലൂം ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഡോ കോയിനും ബ്ലൂമും ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം ടോപ്പ് 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏണിങ്സ് തന്നെ ഒരു ബോട്ടെന്ന് വേണമെങ്കിൽ പറയാം ബ്ലൂം. കാരണം അത്രക്കും ഒരു വലിയൊരു പ്രൊജക്റ്റാണ് ബ്ലൂം. അതാരും മിസ് ചെയ്യരുത്. പിന്നെ കേസ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം വെച്ചാലും ആപ്സ്റ്റർ കോമ്പാക്റ്റിൽ മാത്രം പോയി ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം അതെങ്ങാനും നമുക്ക് ഏണിങ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത്ര നാളത്തെ അപ്പോൾ എല്ലാത്തിനും ഈക്വൽ ടൈം കൊടുത്ത് ഈക്വൽ വർക്ക് ചെയ്ത് കോയിൻസ് ഉണ്ടാക്കാൻ നോക്കുക. ഞാൻ ആപ്സ്റ്റർ കോമ്പാക്റ്റിൽ നിന്ന് കിട്ടില്ല നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടൊന്നുമില്ല, കിട്ടുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള പ്രൊജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ കൂടുതൽ എമൗണ്ട്സ് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മൾ നേരത്തെ ബ്ലൂമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേസ് നിങ്ങൾ എന്തായാലും ഇത് കണ്ടു നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടം ഉണ്ടാവില്ല, ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കേസ് ഇതുപോലത്തെ പുതിയ മൈനിങ്സും ഏണിങ്സും കിട്ടാൻ സാധ്യതയുള്ളതും നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എങ്ങനെ വിട്ട് ഓടിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ കേസ് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എത്രയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.